നമുക്ക് തൃശ്ശൂർ ഭാഗത്തേക്കൊന്ന് പോകണം. അവിടെ ആമ്പല്ലൂരില് നമ്മുടെ ദേശീയപാത പണി പൂർത്തിയായിട്ട് ഒരാഴ്ച മുമ്പ് തുറന്നു കൊടുത്തിരുന്നു. ആ ദേശീയപാതയുടെ അടിപ്പാതയിൽ പാർശ്വഭിത്തി ഇളകിയ നിലയിൽ ആമ്പല്ലൂർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുൻവശത്തെ പാർശ്വഭിത്തിയുടെ അടിഭാഗത്തെ കോൺക്രീറ്റ് ബ്ലോക്കുകളാണ് അടർന്ന് പുറത്തേക്ക് തള്ളിയ നിലയിൽ കാണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ദേശീയപാത അധികൃതർ താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചെങ്കിലും നാട്ടുകാർ ആശങ്കയിലാണ്. ഏത് സമയവും റോഡിടിഞ്ഞ് മണ്ണ് പുറത്തേക്ക് തള്ളാൻ സാധ്യതയുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. തള്ളിയ കോൺക്രീറ്റ് ബ്ലോക്കുകളുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. കോൺക്രീറ്റ് പാളികൾ പാർശ്വഭിത്തി പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അത് മുകളിൽ എത്രത്തോളം പ്രഷർ വരുന്നോ അത് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത്. ജെയ്സൺ ചമ്മോൾ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജെയ്സൺ, അത് അപകടകരമായ നിലയിലാണ് നേരത്തെ ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത്. മുകളിൽ ഭാരം കൂടുന്തോറും അത് പുറത്തേക്ക് തള്ളാനുള്ള സാധ്യത കൂടുതലല്ലേ? ആ വഴിയൊക്കെ ഇപ്പോൾ ജെയ്സൺ നിൽക്കുന്ന സ്ഥലത്തുള്ള സർവീസ് റോഡിലൂടെയൊക്കെ ഈ KSRTC ബസ്സൊക്കെ പോകുന്നുണ്ടല്ലോ, യാത്രക്കാർ പോകുന്നുണ്ട്, ടൂ വീലർ പോകുന്നുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ മുകളിലോട്ടായിരിക്കില്ല ഇതൊക്കെ വീഴുക. അരുൺകുമാർ, തീർച്ചയായും ദേശീയപാതയുടെ നിർമ്മാണത്തിലെ അപാകതകൾ എത്രയോ തവണ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. തകർന്ന അവസ്ഥയിലേക്ക് ദേശീയപാത നിർമ്മാണം കഴിഞ്ഞ റോഡുകളിലെ വിള്ളൽ തുടങ്ങി എന്നും അപാകതകളും നിർമ്മാണത്തിലെ പ്രശ്നങ്ങളുമാണ്. അതിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന ആമ്പല്ലൂരാണ്. ആമ്പല്ലൂർ സെൻറ്ററിലെ അടിപ്പാതയ്ക്ക് മുകളിലുള്ള മേൽപ്പാലത്തിൻ്റെ അരികുവശമാണ് ഇത്തരത്തിലുള്ള സ്ലാബുകൾ വെച്ചിരിക്കുന്ന ഭാഗത്തു നിന്ന് തള്ളി വന്നിരിക്കുന്നത്. താൽക്കാലികമായി ചെറിയ പാച്ച് വർക്കൊക്കെ ചെയ്ത് ദേശീയപാത അധികൃതർ ഇപ്പോൾ അതിനുള്ള താൽക്കാലിക പരിഹാരം. ഇപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഇതിന് മുകളിലൂടെ വാഹനങ്ങൾ കടത്തി വിട്ടു തുടങ്ങിയിട്ട്. പക്ഷേ നോക്കൂ, ആ സ്ലാബുകളുടെയൊക്കെ അറ്റം പൊട്ടി തകർന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് തന്നെ ഏകദേശം 10-ലധികം സ്ലാബുകളുടെ ഭാഗങ്ങൾ പൊട്ടി തകർന്ന സ്ഥിതിയിലേക്ക് ആയിരുന്നു. നമുക്ക് നാട്ടുകാർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. സത്യത്തിൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ കംപ്ലീറ്റ് കള്ളപ്പണി ചെയ്താണ് ഇവർ. ഈ സ്ലാബൊക്കെ തെറ്റുപൊട്ടി പോയിട്ട് ആകെ ഇവിടെ ഒരു വട്ടം പൊളിച്ചതാണ്. വർഷകാലത്ത് പൊളിച്ചിട്ട് രണ്ടാമത്തെ ഒരു സ്ലാബ് വെച്ച് ഉണ്ടായതാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ ഇത് പൊട്ടി ഇനി തള്ളി വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എല്ലാ സ്ലാബിൻ്റെയും മുകൾ ഭാഗം പുതിയ സ്ലാബാണ്. ആ സ്ലാബ് അത് കൂടുതലാണ്. നമ്മൾ പേടിച്ചിട്ടാണ് ഇവിടെ വണ്ടിയിട്ട് കിടക്കണിപ്പോൾ. ആ കാതിലൊക്കെ വിട്ട് ഈ ഗാഡികളിൽ ഇല്ല, പൊഴിയൊക്കെ വിട്ടു പോയിട്ട് ആകെ പ്രശ്നമായിട്ട് ഞാൻ പേടിച്ചിട്ടാണ് ഇവിടെ. മാത്രമല്ല, നിരവധി വാഹനങ്ങൾ, ബസ്സും കാറും മറ്റു വാഹനങ്ങളിലെ സർവീസ് റോട്ടിൽ കൂടെ പോവാണ്. എന്ത് വിശ്വസിച്ചിട്ടാണ്, എങ്ങനെ ധൈര്യത്തോടുകൂടി പോകാൻ കഴിയും? ഇതിൻ്റെ ഭാഗം എന്ത് പറയുകയാണെങ്കിൽ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് മുമ്പ് വരുന്നുണ്ടായത്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു അടിപ്പാത നിർമ്മിക്കുമ്പോൾ ആദ്യം അടിപ്പാത നിർമ്മിക്കുന്ന ഭാഗത്തെ മണ്ണ് പരിശോധിക്കണം. ഇവിടെ മണ്ണ് പരിശോധന ആദ്യം നടന്നപ്പോഴാണ് ഇവിടെ തൂണുമ ഇവിടെ അടിപ്പാത നിർമ്മിക്കാൻ പറ്റില്ല. അത് കാരണമാണ് ബോക്സ് ടൈപ്പ് വന്നത്. ഇവിടെ മണ്ണ് പരിശോധന നടന്നിട്ടില്ല. ഇവിടെ കൊണ്ട് ഇടുന്ന മണ്ണ് പരിശോധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം, ഇതിലൂടെ വെള്ളം ഊർന്നിറങ്ങാണ്. അതെ, ശ്രീനാഥ് പറഞ്ഞത് ശരിയാണ്. അതിൻ്റെ പൊട്ടിക്കഴിഞ്ഞിരിക്കുന്ന സ്ലാബിൻ്റെ ഏകദേശം ഓരോ ഭാഗങ്ങളും മുകൾ ഭാഗം സേഫായി നിൽക്കേണ്ട ഭാഗം പൊട്ടിപ്പോയിരിക്കുന്നു. അവിടെ നിന്ന് വെള്ളം വരികയാണ്, മണ്ണ് ഊർന്നു. ചളി ഒരിക്കലും ഊർന്നിറങ്ങാൻ പാടില്ല. 8 സെന്റിമീറ്റർ മണ്ണിടുമ്പോൾ അത് ഉറപ്പിക്കണം. അങ്ങനെ പല പ്രോട്ടോകോളുകളും ഒരു അടിപ്പാത നിർമ്മിക്കുമ്പോൾ ഉണ്ടാവേണ്ട പ്രോട്ടോകോൾ ഒന്നും പാലിച്ചില്ല. ഈ കമ്പനിയെ കരിമ്പട്ടിയിൽപ്പെടുത്തിയ കമ്പനിയാണ് തമിഴ്നാട് ഹൈക്കോടതി. കരിമ്പട്ടിയിൽപ്പെടുത്ത കമ്പനിക്ക് എങ്ങനെ ഇവിടെ അടിപ്പാത നിർമ്മിക്കാൻ പറ്റി? ആരാണ് ഇതിന് ഇവിടെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പം ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പ്രവർത്തകനാണ്. ഞങ്ങൾ ഈ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു മുന്നറിയിപ്പല്ല, ഒരു ചെറിയ ഞങ്ങളുടെ രീതിയിലുള്ള ഒരു പഠനം നടത്തിയിരുന്നു. അത് ഇവർക്ക് സമർപ്പിച്ചിരുന്നു ഒരു 2 വർഷം മുൻപ്. യാതൊരു രീതിയിലും നാട്ടുകാരുടെയോ ഒരു പ്രദേശവാദി എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ എന്തെങ്കിലും തകരാറ് 2 ഗഡർ ഇങ്ങനെ തള്ളി നിൽക്കുകയാണെന്നെങ്കിൽ ഇതിന്റെ മേലെയുള്ള ഗതാഗതം സ്റ്റോപ്പ് ചെയ്യും. ചിലപ്പോൾ ഇത് റിമൂവ് ചെയ്തുകൊണ്ട് ഒരു മേൽപ്പാലം വരും. അപകടം ഇല്ലെങ്കിലും പക്ഷെ അത്രയും കാലം ഞങ്ങൾ ഈ നാട്ടുകാർ ഇനി ഇത് വരാൻ 2-3 വർഷം ഞങ്ങൾ ഇത് അനുഭവിക്കണ്ടേ? തീർച്ചയായും അരുൺകുമാർ, ഇത് തന്നെയാണ്. നമുക്കറിയാം, ഈ ദേശീയപാതയുടെ ഗതാഗതക്കുരുക്ക് ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. സുപ്രീം കോടതി വരെ ഇടപെട്ട സംഭവമായിരുന്നു ഇത്തരത്തിൽ ദേശീയപാതയിലുള്ള ഗതാഗതക്കുരുക്ക്. ആ ഗതാഗതക്കുരുക്ക് പരിഹാരമായി എന്ന് ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ നാം ഈ കാണുന്ന
പിന്നെ മേൽപ്പാലത്തിൻ്റെ മുകളിൽ താഴെയുള്ള സ്ലാബുകൾ പൊട്ടി ചിലത് തള്ളി വന്നിരിക്കുന്നു. താഴെ കൂടെ വാഹനം പോവുകയാണ്. മുകളിലേക്ക് ഏത് സമയവും പതിക്കാം, ഒരു ഗ്യാരണ്ടിയും ഇല്ല. നേരത്തെ നാട്ടുകാർ സൂചിപ്പിച്ച പോലെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തിയ കമ്പനിയെയാണ് നിർമ്മാണ ചുമതല ഏൽപ്പിച്ചത്. പിന്നെ എങ്ങനെ നേരെയാവും അരുൺകുമാർ? ഓക്കെ, അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ജെയ്സൺ ചോദിച്ചത്. താങ്ക് യു ജെയ്സൺ. കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനിക്ക് ദേശീയപാത നിർമ്മാണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപ്പാതയല്ല, മൊത്തം ബെൽറ്റ് ഇളകി ഇങ്ങനെ താഴെ വീഴും. അതാണ് സംഭവം. നമ്മൾ കണ്ടില്ലേ കാസർഗോഡ് ഭാഗത്തൊക്കെ എങ്ങനെയാണ് മണ്ണിടിഞ്ഞത് എന്നുള്ളത്. ഇതിപ്പോ ആമ്പല്ലൂർ ഭാഗത്ത് കോൺക്രീറ്റ് പാളി ഇളകിയിരിക്കുക. മുകളിലൂടെ കനപ്പെട്ട ഭാരമേറിയ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഇത് ഷെയ്ക്കാവൂലേ? ഷെയ്ക്കായത് ഇളകി താഴെ വീഴൂലേ? ബൈക്ക് ഓടിച്ചു പോകുന്ന മനുഷ്യരല്ലേ സാറേ? അപ്പൊ അതുകൊണ്ട് അത്രയും പെട്ടെന്ന് PWD ആണെങ്കിലും ശരി, ദേശീയപാത അതോറിറ്റി ആണെങ്കിലും ശരി, കോൺട്രാക്റ്റുകാരനാണെങ്കിലും ശരി, എത്രയും പെട്ടെന്ന് ആ പാളികൾക്കൊക്കെ ബലം കൊടുത്ത് അവിടെ തന്നെ പിടിപ്പിച്ച് നിർത്താനുള്ള ശ്രമം നടത്തുക. അതല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ ദേശീയപാത നിർമ്മാണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ള നടപടികളിലേക്ക് കടക്കേണ്ട സമയമാണ്.